ബഹുമാനപ്പെട്ട CP അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഹജ്ജ് യാത്ര പോയ സമയത്ത് മഹാനവറുകൾ പറയുന്നത് ഞാൻ ഒക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കപ്പലിന് കേടുപാട് സംഭവിച്ചെന്നും 3 മിഷനുകളുള്ള 3 മോട്ടോർ ആണ് ആ കപ്പലിന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ 2 കേട് വന്നു. ഇനി 1 മാത്രമേ ബാക്കിയുള്ളൂ. ആ 3ാമത്തെ 1 കേട് വന്നതിന് ശേഷം 2ാമത്തെ മോട്ടോർ വെച്ച് അതിൽ വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കപ്പൽ. അപ്പൊ അല്പസമയം അങ്ങ് ഉറങ്ങിപ്പോയ സമയത്ത് CP ഉസ്താദ് സ്വപ്നത്തിലൂടെ കാണുകയും CM വലിയുള്ളായെ മഹാനവറുകളെ സ്വപ്നത്തിലൂടെ കണ്ടുകൊണ്ട് അവിടുന്ന് പറയുന്നു, നിങ്ങൾ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും, എല്ലാം ഞാൻ അറിയുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കണ്ട, ഒരു പേടിയും പേടിപ്പിക്കേണ്ട, നിങ്ങൾ സുരക്ഷിതരായിട്ട് എത്തും, വിഷമിക്കണ്ട എന്ന് പറയുന്ന ഒരു രംഗം കണ്ടു. CM വലിയുള്ളായ മഹാനവറുകൾ ഇടിയങ്ങരയിലുള്ള സമയത്ത് കോഴിക്കോട് മമ്മൂട്ടി മൂപ്പന്റെ വീട്ടിൽ ചെന്നു. അവിടെ ചെന്ന് സലാം പറഞ്ഞ ഉടനെ ഉസ്താദിനോട് CM വലിയുള്ളായ മഹാനവറുകൾ ഇങ്ങോട്ട് ചോദിക്കുകയാണ്, കപ്പലിൽ നിന്ന് അല്പം വിഷമിച്ചില്ലേ? CM വലിയുള്ളായ മഹാനവറുകൾ ഇടിയങ്ങരയിലുള്ള സമയത്ത് കോഴിക്കോട് മമ്മൂട്ടി മൂപ്പന്റെ വീട്ടിൽ ചെന്നു. അവിടെ ചെന്ന് സലാം പറഞ്ഞ ഉടനെ ഉസ്താദിനോട് CM വലിയുള്ളായ മഹാനവറുകൾ ഇങ്ങോട്ട് ചോദിക്കുകയാണ്, കപ്പലിൽ നിന്ന് അല്പം വിഷമിച്ചില്ലേ? കപ്പലിൽ നിന്ന് ഈ സംഭവങ്ങൾ ഇങ്ങനെ സംഭവിച്ചു, പിന്നെ ഇതെല്ലാം ഇവിടെ കപ്പലിൽ ഈ നിയന്ത്രണം വിട്ടതും വല്ലാതെ ഈ ഒരു അവസ്ഥ CM വലിയുള്ളായ മഹാനവറുകളോട് CP ഉസ്താദ് വിശദീകരിക്കാൻ വേണ്ടി അവിടെ ചെന്ന് സലാം പറഞ്ഞ ഉടനെ ഇങ്ങോട്ട് ചോദിക്കുകയാണ്, ഹജ്ജ് യാത്രയിൽ കപ്പലിൽ നിന്ന് അല്പം വിഷമിച്ചില്ലേ? എല്ലാം ഞാൻ അറിയുന്നുണ്ട്, എല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഇതിനാണ് കറാമത്ത് എന്ന് പറയുന്നത്. ഇതാണ് ഇത്ര കറാമത്ത്, ഇതിനാണ് ഇത്ര കറാമത്ത് എന്ന് പറയുന്നത്. നോണ അറിയണ അത്ര കറാമത്ത്. ഇപ്പൊ മനസ്സിലായോ എന്താണ് ഇവരുടെ കറാമത്ത്? നോണേട് പറയാ, അതാണ് ഇത്ര കറാമത്ത്. എന്തായാലും കൂടുതൽ പറഞ്ഞു പോകുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൽ നിന്ന് ഒരു ശബ്ദം വന്നു എന്ന് പറയുന്ന സിദ്ദീഖ് തങ്ങളുടെ വഫാത്തിന് ശേഷം സംഭവിച്ച അല്ലെങ്കിൽ വഫാത്തോടെ സംഭവിച്ച ഒരു കാര്യത്തെ കുറിച്ചാണ് ഒരു മൂല്യര് പറയുന്നത്. നമുക്ക് കേട്ടു നോക്കുക അല്ലേ. തങ്ങൾ പറഞ്ഞത് പ്രകാരം കുളിപ്പിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഹബീബായ തങ്ങളെ ഖബർ ശരീഫിന്റെ തൊട്ടടുത്ത് കൊണ്ടുവച്ചിട്ട് അവര് പറയാണ്, യാ റസൂലല്ലാഹ് ഹാദാ അബൂബക്കറിൻ ഫിൽ ബാബ്. ഓ ഹബീബായ നബിയേ, അബൂബക്കർ സിദ്ദീഖിന്റെ ജനാസ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. തൊട്ടടുത്ത ഖബറിൽ മറവ് ചെയ്യാൻ തങ്ങൾക്ക് സമ്മതമുണ്ടോ നബിയേ? ഈ ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ചോദിക്കുമ്പോ, മുഅ്മിനീങ്ങൾ ചോദിക്കുമ്പോ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് മറുപടി വരികയാണ്. എന്താ മറുപടി? അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്. സിദ്ദീഖിനെ, സിദ്ദീഖാകുന്ന പ്രിയപ്പെട്ട ഹബീബിനെ, റസൂലാകുന്ന പ്രിയപ്പെട്ട ഹബീബിന്റെ കൂടെ തന്നെ കൂട്ടിച്ചേർത്തോളൂ, ദൂരേക്ക് കൊണ്ടുപോകണ്ട. വഫാത്തായ നബി തങ്ങളിൽ നിന്ന് മറുപടി വരികയാണ്. വഫാത്തായ നബി തങ്ങളിൽ നിന്ന് മറുപടി വരികയാണ്. വഫാത്തായ നബി തങ്ങളിൽ നിന്ന് മറുപടി വരികയാണ്. അതാണ് കാര്യം. ഇത് ചോദിച്ച സഹാബിയുടെ പേരെന്താ? റസൂലുള്ളാഹ് ഇങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ജനാസ കൊണ്ടുവന്നിട്ടുണ്ട്, ഞങ്ങൾ അവിടെ മറവ് ചെയ്തോട്ടേന്ന് റസൂലുള്ളാഹിനോട് ചോദിച്ച സഹാബിയുടെ പേരെന്താ? ഇങ്ങനെയൊരു റിപ്പോർട്ട് അത് സ്വഹീഹായ നിലയ്ക്ക് എവിടെയും ഇല്ല. പിന്നെ എവിടുന്ന് ഇവർക്ക് കിട്ടി? ഇവർക്ക് ഇതേ കിട്ടിയിട്ടുള്ളൂ. ഇവർക്ക് ലോകം നിയന്ത്രിക്കണ CM അടവൂരിനടക്കം കിട്ടിയിട്ടുണ്ട്. പിന്നല്ലേ ഇപ്പൊ ഇതുപോലെ ഇവർ ഈ കഥകൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാരെ, ഇതെങ്ങോട്ടാണ് അവസാനം എത്തുക എന്നുള്ളത് നമുക്കാർക്കും പറയാൻ കഴിയില്ല. ഇവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് പറയുവാനുള്ളത്. തള്ളുകള് ഇതുപോലെയുള്ള കഥകൾ പറഞ്ഞിങ്ങനെ പോവുകയായിരുന്നു. ചില ഗ്രന്ഥങ്ങളിലൊക്കെ അത് രേഖപ്പെടുത്തിയിരുന്നു. അന്ന് ആരും ഇത് തുറന്നു പറയുവാന്, ഇത് പച്ചക്കളവാണെന്ന് പറയുവാന് അവര് മുന്നോട്ട് വന്നിരുന്നില്ല. എന്നാൽ ഇന്ന് പലതും തുറന്നു പറയുമ്പോ, പച്ചക്കളവുകൾ എടുത്ത് ആളുകൾക്ക് മുൻപിലേക്ക് തുറന്നു പറയുമ്പോ, അത് ഗ്രന്ഥങ്ങളാക്കുമ്പോ അതിന്
പണി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അത് പിൻവലിക്കപ്പെടുന്നുണ്ട്. ഇപ്പോ മർക്കസിൽ നിന്ന് പിൻവലിക്കപ്പെട്ട ഒരു ഗ്രന്ഥത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നതാണ്. അത് ആ കാമിൽ സഖാഫി പിൻവലിച്ചതും, എന്നാൽ അത് തന്നെ ആ ഗ്രന്ഥം വെച്ചുകൊണ്ട് തന്നെ കുരുവട്ടൂരികള് അത് വീണ്ടും അതിന്റെ സത്യാവസ്ഥകൾ പുറത്തു കൊണ്ടുവരുന്നതും സത്യത്തിൽ ട്രോളായിരുന്നു. എന്തായാലും അത് സംബന്ധിച്ച് ചെറിയൊരു വീഡിയോ ഇതിന്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വീഡിയോയിലേക്ക്. അസ്സലാമു അലൈക്കും. ഈ സംസാരിക്കുന്ന എം അബ്ദുൽ മജീദ് വാക്കവി, കാമിൽ സഖാഫി, മുടിക്കോട്, മഞ്ചേരി, മലപ്പുറം. ഇപ്പോഴത്തെ മടവൂർ റളിയല്ലാഹുവിനെ പറ്റി ഞാൻ ബുക്ക് ജമ്മ ചെയ്തിരുന്നു. ആ ബുക്കിൻ്റെ പേര് കുത്തുബുൽ ആലം ഫി മനാഖിബി കുത്തുബിൽ ആലം. ആ ബുക്കിൽ ചില വസ്തുതക്ക് നിരക്കാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ആ പുസ്തകം, ആ കിതാബ് ഞാൻ പിൻവലിച്ചിരിക്കുന്നു. ഇനി മുതൽ ആ കിതാബ് ഇസ്തേമാൽ ചെയ്യാനോ വഅ്ള് പറയാനോ കോപ്പിയെടുക്കാനോ കോപ്പിയെടുത്ത് വിൽക്കാനോ പോലത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. വഅ്ള് പറയാൻ പാടില്ല, ഒന്നും പാടില്ല. അപ്പം ഈ പിൻവലിക്കൽ എൻ്റെ സ്വന്തം ഇഖ്തിയാർ പ്രകാരമാണ്. എൻ്റെ സ്വന്തം ഇഖ്തിയാർ പ്രകാരമാണ്. ഇതാരും പറഞ്ഞിട്ടല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, മടവൂർ ശൈഖുനയുടെ പേരിൽ 500-ലേറെ പേജുകളുള്ള ഗ്രന്ഥരചന നടത്തി, മാസങ്ങളോളം പണിയെടുത്ത്, ഒരുപാട് കിതാബുകൾ റഫർ ചെയ്ത്, അതിന് ആധാരമായി പല ഗ്രന്ഥങ്ങളും അതിൽ കോട്ട് ചെയ്ത്, എന്നിട്ട് എത്രയോ വർഷങ്ങൾ പണിയെടുത്ത് അധ്വാനിച്ചുണ്ടാക്കിയ ഒരു മഹാനരായ മടവൂർ ശൈഖുനയുമായി ബന്ധപ്പെട്ട മദ്ഹ്, ആ മദ്ഹ് സുബ്ഹാനല്ലാഹ് കേരളത്തിൽ ഈ പരിശുദ്ധമായ ശവ്വാൽ മാസത്തിൽ അത് പ്രകാശിതമായപ്പോ അത് എല്ലാ വേദികളിലും മുഹിബ്ബീങ്ങളായ ആളുകൾക്ക് അതിലുള്ള കാര്യങ്ങൾ നമ്മുടെ വേദികളിൽ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി, കേൾപ്പിക്കാൻ തുടങ്ങി. ഇത് കേട്ടപ്പോ സുബ്ഹാനല്ലാഹ് മഹാന്മാരായ മശായിഖന്മാരുടെ മഹത്വം അംഗീകരിക്കാൻ മനസ്സനുവദിക്കാത്ത കക്ഷികൾ, ഉള്ളില് വിശ്വാസമില്ല, പുറത്തെ കൗലിയാക്കളുടെ ആളാണെന്ന് പറഞ്ഞു നടക്കുന്ന ചില നേതാക്കന്മാർ, അവരുടെ താല്പര്യത്തിനനുസൃതമായി കൊണ്ട് എത്രയോ മാസങ്ങൾ വർഷങ്ങൾ പണിയെടുത്ത് അത്യധ്വാനം ചെയ്ത് എത്രത്തോളം എഴുതിയില്ലേ അതില്. ഇത് ആർക്കും ഇത് ഉദ്ധരിക്കാം, ആർക്കും വഅ്ള് പറയാം. കാരണം ഇതിലുള്ളത് സത്യസന്ധമാണ്, ഹഖുൽ യഖീനാണ്, ഐനുൽ യഖീനാണ് എന്നൊക്കെ വലിയ രൂപത്തിൽ എഴുതി വെച്ചു. പക്ഷേ ചില നേതാക്കന്മാർ എന്ന് പറയപ്പെടുന്ന വ്യാജന്മാരായ പണ്ഡിതന്മാർ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വേഷം ധരിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയിട്ട് ഞങ്ങളും സുന്നികളാണെന്ന് പറയുകയും അഹ്ലുസുന്നയുടെ ഹക്കായ വിഷയങ്ങൾക്കെതിരെ, മശായിഖന്മാർക്കെതിരെ, അവരുടെ കറാമത്തുകൾക്കെതിരെ, അവരുടെ ഉന്നതമായ സ്ഥാനങ്ങൾക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കക്ഷികൾ അവരൊന്ന് കണ്ണുരുട്ടി കാണിച്ചപ്പോ, അവരൊന്ന് ഉമ്മാക്കി കാണിച്ചപ്പോ, ഭീഷണിപ്പെടുത്തിയപ്പോ സുബ്ഹാനല്ലാഹ് 500-ലേറെ പേജുള്ള ഗ്രന്ഥം അതതാ കേവലം 59 സെക്കൻഡ് മാത്രമുള്ളൊരു വീഡിയോ ഇറക്കിയിട്ട് അതിൽ വസ്തുതക്ക് നിരക്കാത്തതുണ്ട്. നേരത്തെ പറഞ്ഞതിന്റെ നേരെയെതിര് എന്താ പറയുന്നു, അത് ഇനി ആരും എടുത്തുദ്ധരിക്കാനോ വഅ്ളുകളിൽ കൊണ്ടുവരാനോ പ്രസംഗത്തിൽ കൊണ്ടുവരാനോ ഉദ്ധരിക്കാനോ ഉപയോഗപ്പെടുത്താനോ പാടില്ല. നോക്ക് നിങ്ങൾ, 500-ലേറെ പേജുകളുള്ള ഒരു ഗ്രന്ഥം കേവലം 59 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള വീഡിയോ ഇറക്കിയിട്ട് അത് പിൻവലിച്ചിരിക്കുന്നു എന്ന് പറയാനുണ്ടായ കാരണം എന്താണ്? പലരും മടവൂർ ശൈഖുനയുടെ മഹത്വം പറയുന്നുണ്ട്, ഖുതുബുൽ ആലമാണ്, മുദബ്ബിറുൽ ആലമാണ് എന്ന് പലരും ആവേശത്തിൽ പറഞ്ഞു വരുന്നുണ്ട്. ചിലരെ അതാ കണ്ണുരുട്ടുമ്പോഴേക്ക് അവര് പിന്തിരിയുകയാണ്. അതിൽ വസ്തുതക്ക് നിരക്കാത്തതുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ ഇഖ്തിയാർ വേറാരും പറഞ്ഞിട്ടല്ല പറയാണ്. അത് പറയുമ്പോ തന്നെ ബോധ്യപ്പെടുമല്ലോ, എന്റെ ഇഖ്തിയാർ പ്രകാരമാണ്, വേറെ ആരും പറഞ്ഞിട്ടല്ല, അച്ഛൻ പത്തായത്തിലും ഇല്ലാന്ന്. അഥവാ ആരൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ്. അപ്പൊ അത് അങ്ങനൊന്നും അല്ല.
എന്ന് വരുത്തി തീർത്തിട്ട് പറയണെന്തെന്ന് ഞാൻ എന്റെ ഇഖ്തിയാർ അനുസരിച്ച് ഞാൻ അത് പിൻവലിക്കുകയാണ്. എന്താണ് ഈ പിൻവലിക്കുന്നത്? മടവൂർ ശൈഖുന, ശൈഖുൽ മശായിഖായ, ഖുതുബുൽ ആലമായ, മുദബ്ബിറുൽ ആലമായ, സുൽത്താനുൽ ഔലിയാ ആയ, ഖുതുബുൽ ഔലിയാ ആയ, സുൽത്താനുൽ ആരിഫീനായ, ഖുതുബുസ് സമാനായ മടവൂർ ശൈഖുന, ശൈഖുനായെ കുറിച്ച് ഒരു വിഷയം എഴുതുക. എന്താ ഈ പറഞ്ഞതിന്റെ പൊരുള്? ഇതിന്റെ വലിയ അപകടം എന്താന്ന് ഇവർ മനസ്സിലാക്കുന്നുണ്ടോ? എത്രമാത്രം പാതകമാണ് ഈ ചെയ്തത്. എന്നാ പിന്നെ ഇതിന് പറ്റൂല എങ്കിൽ എഴുതാതിരുന്നാ പോരെ? ഇത് എഴുതുക, വലിയ ഉഷാറിലും കണ്ട് എഴുതുക. എഴുതിയിട്ടോ പിന്നെ ആരെങ്കിലും ഒക്കെ ഒന്ന് കണ്ണുരുട്ടുമ്പോഴേക്ക്, ജോലി പോകുന്ന കാണുമ്പോഴേക്ക് അതങ്ങോട്ട് പിൻവലിക്കുക. എന്നിട്ട് പറയല്ലോ വസ്തുതക്ക് നിരക്കാത്തതുണ്ട്. അപ്പൊ വസ്തുതക്ക് നിരക്കാത്തതാണ് ഒരു വലിയനെ കുറിച്ച് നിങ്ങൾ എഴുതി വെച്ചത്. അപ്പൊ നിങ്ങൾ ചെയ്തത് തെറ്റല്ലേ? നിങ്ങൾ ചെയ്തത് തെറ്റല്ലേ? അല്ല, ഇപ്പൊ നിങ്ങൾ പറയുന്നതാണ് സത്യമെങ്കിൽ, വസ്തുതക്ക് നിരക്കാത്തത് അതിലുണ്ട് എന്ന് പറയലാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്തു വെച്ച് തെറ്റാണ്. അല്ലെങ്കിലോ ഇപ്പൊ നിങ്ങൾ പറയണത് കളവാ. രണ്ടായാലും നിങ്ങൾ കുടുങ്ങും. മടവൂര് ശൈഖുനാനെ കാണണ്ടേ? ആഖിറത്തിലെത്തുമ്പോ ശൈഖുനാടെ മുമ്പിൽ നിങ്ങൾ എങ്ങനെ നിൽക്കും? എന്ത് നിങ്ങൾ മറുപടി പറയും? വലിയ ബേജാറാകേണ്ട ഘട്ടല്ലേ? ഇതെല്ലാവരെ തൊട്ടും കളിക്കുന്നത് പോലെയാണോ ശൈഖുനാനെ പിടിച്ചുള്ള കളി? ഇതാരുടെ വിഷയത്തിലാണ് ഈ കരണം മറിച്ചൽ നടത്തുന്നത്? പേടിക്കണ്ടേ? എന്തേ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നത്? അങ്ങനെ അത് പിൻവലിക്കേണ്ടി വന്നു. ഇതുപോലെ പലരും പല ആളുകളെയും ഇവര് സൈഡാക്കുന്നുണ്ട്, അടങ്ങറാക്കുന്നുണ്ട്, ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, ഏതൊക്കെ രൂപത്തിൽ പ്രയാസപ്പെടുത്തുന്നുണ്ട്. ശൈഖുനാനെ പറ്റി പറഞ്ഞതിന്റെ പേരിൽ എത്ര ആളുകളെ വിളിച്ചിട്ട് താക്കീത് കൊടുത്തു. ഇനി അത് പ്രസംഗിക്കരുതെന്ന് പറഞ്ഞു. ഏതൊക്കെ രൂപത്തിലുള്ള ഇടപെടലുകൾ നടത്തി. ഇതൊക്കെ നിങ്ങൾ നടത്തിയല്ലോ. അതേസമയം മശായിഖന്മാരുമായി ബന്ധമുള്ള ആളുകളുടെ അടുത്ത് നിങ്ങൾക്ക് ആ കളി നടന്നില്ല.